സ്കന്ദായ നമ. ഓം സ്കന്ദമാതാവേ നമ. ഈ വർഷത്തെ സ്കന്ദഷഷ്ഠി വ്രതം നാളെ തീരുകയാണ്. ഇനിയുള്ള 6 മാസം നമുക്ക് ഉത്സവങ്ങളുടെ കാലമാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്നത് വൃശ്ചിക മാസമാണ്. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ നാളുകളാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ആദ്യം തുളസിമാല നമ്മൾ ധരിച്ച് 41 ദിവസം ഒരു മണ്ഡലക്കാലം നമ്മൾ എന്തിന് വ്രതമെടുക്കുന്നു? നമ്മൾ എന്തിനാണ് ഇരുമുടി കെട്ടി അത് ശിരസിലേറ്റി നമ്മൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ പോകുന്നത്? അതിലെന്തിനാണ് നമ്മൾ നെയ്ത്തേങ്ങ നിറയ്ക്കുന്നത്? നമ്മൾ ക്ഷേത്രങ്ങളിൽ സാധാ ക്ഷേത്രങ്ങളിൽ പോയാൽ അഭിഷേകത്തിന് നെയ്യ് അഭിഷേകമോ വിളക്കോ നമ്മൾ നെയ്യ് വാങ്ങിക്കൊടുത്താണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ശബരിമലയിൽ അത് തേങ്ങയ്ക്കുള്ളിലാക്കി നിറച്ച് അത് ഭദ്രമാക്കി അടച്ച് ഇരുമുടിക്കെട്ടിലിട്ട് ചന്ദ്രക്കല ചൂടിയ ഇരുമുടി നമ്മുടെ ശിരസിലേറ്റി എന്തിനാണ് നമ്മൾ ശബരിമലയിൽ പോകുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വ്രതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കാനും നമ്മൾ മത്സ്യമാംസാദികളിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് നമ്മുടെ അവയവങ്ങൾക്ക് വേണ്ട വിധം പ്രയത്നിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൊടുക്കുവാനാണ് ലളിതമായ ആഹാരമാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്താവിൻ്റെ വീഡിയോയിൽ ഈ മാലയിടുന്നതും ഇരുമുടി ചന്ദ്രക്കര അടയാളം ചെയ്യുന്നതും നെയ്ത്തേങ്ങ നിറച്ച് കൊണ്ടുപോകുന്നതിനെയും കുറിച്ച് എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ നമ്മുടെ വരും തലമുറയെ നമ്മൾ ഈശ്വര വിശ്വാസത്തോടു കൂടി വേണം വളർത്തിയെടുക്കുവാനുള്ളത്. കുടുംബം നന്നായാലേ സമൂഹം നന്നാവുകയുള്ളൂ. സമൂഹം നന്നായാലേ നമ്മുടെ രാജ്യം നന്നാവുകയുള്ളൂ. നമുക്ക് ശാന്തിയും സമാധാനവും ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമയോടുകൂടി ഒത്തൊരുമയോടുകൂടി കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാതെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് അവർ മുമ്പോട്ട് പോയാലേ ഒരു കുടുംബജീവിതം സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഈ സ്കന്ദഷഷ്ഠി ദിനത്തിൽ ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം സ്കന്ദായ നമ. ശിഷ്ടരെ പരിപാലനം ചെയ്യുമെൻ കഷ്ടനാശനമുക്തിപ്രദായക പുഷ്ടിമോദനയൻ പാപസഞ്ചയം ഭസ്മമാക്കണേ ഷൺമുഖപാഗിമാ ഭരണസോദര ശ്രീഗുഹ മോഹനാംഗ സനാതന സർവഗ.